നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോപ്പ്. ഇന്നലത്തെ ഒരു വീഡിയോയുടെ അടിയിൽ ഒരു പ്രേക്ഷകൻ പറഞ്ഞിരിക്കുകയാണ്, നിഷ്പക്ഷമായി സംസാരിക്കാൻ ശ്രമിക്കൂ ഇരു കൂട്ടരെയും. ഞാൻ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയിൽ നിഷ്പക്ഷമായി സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ സത്യങ്ങൾ പറഞ്ഞേ പറ്റൂ. കാരണം അതായത് ഒരു പുതിയൊരു കസേരയും മേശയും വാങ്ങിയിട്ടത് കൊണ്ട് അടുപ്പ് കൂട്ടി ചർച്ചക്കാർ പുതിയ രീതിയിലാക്കിയതുകൊണ്ട് സംഭവം സത്യമല്ലാതാകില്ല. നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെയാണ് ഈ യുദ്ധത്തിന് മുന്നോട്ട് പോക്കുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഇറാനിലെ മുഴുവൻ ജനറൽമാരും നെത്തിനാഹുവിന്റെ അടിവസ്ത്രവും പിന്നെ ഒരു മോതിരവിരലും തപ്പി നടന്നു. അവസാനം എന്തായി? ലാരി ജാനിയെ വന്ന് ഇല്ലാതാക്കി കളഞ്ഞിരിക്കുകയാണ്. ഇതാണ് നടക്കുന്നത്. കാരണം എന്ന് പറയുന്നത് തലവെട്ട ആക്രമണം. നിങ്ങൾ വ്യക്തമാക്കിയ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക. അമേരിക്കയുടെ ലക്ഷ്യം എന്താണ്? അമേരിക്കയുടെ ലക്ഷ്യം എന്ന് ഒരു റെജീം ചേഞ്ചോ അങ്ങനെ ഒരു മണ്ണാങ്കട്ടിയൊന്നും അല്ല. അതൊക്കെ വെറും അസംബന്ധമാണ്. ഒരുപാട് പേര് പറയുമായിരിക്കും ട്രംപ് ഒരു ബേവ്കൂഫാണ്, കോമാളിയാണ്. അബ്സല്യൂട്ട്ലി ഇതൊന്നും നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ഞാൻ നിഷ്പക്ഷനല്ല, ഞാൻ ഒരു വശം ചേർന്ന് സംസാരിക്കും. നമുക്ക് മനസ്സിലാക്കണം, ട്രംപിന്റെ പരിപാടി നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. ഈസ് ഇറ്റ് നോട്ട് ഇന്ത്യക്കും നല്ല കാര്യമല്ല തീർച്ചയായിട്ടും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഇറാന്റെ നേവിയെ തീർത്തിരിക്കുന്നത് ഇന്ത്യൻ ഓഷ്യനിലാണ്. ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്നത് അവിടുത്തെ രാജാവ് അല്ലെങ്കിൽ അവിടുത്തെ അതിർത്തി ഇന്ത്യക്കാണ്. ഇന്ത്യയുടെ അതിർത്തി അടുത്ത് വെച്ച് തന്നെ ശ്രീലങ്കയുടെ കോസ്റ്റിൽ വെച്ച് തന്നെ ഒരു കപ്പൽ തകർത്ത് 10-100 പേരെ കൊന്നു കളഞ്ഞു. എന്തുകൊണ്ടാണ്? ഇറ്റ്സ് സെൻഡിങ് എ വെരി ക്ലിയർ മെസ്സേജ്. ട്രംപ് പറയാൻ ശ്രമിക്കുന്നത് ഇന്ത്യയോടും ചൈനയോടുമാണ്. ഞാനാണ് ഇവിടുത്തെ ഷെരീഫ്, ഇവിടുത്തെ SI ഞാനാണ്. അത് ഇന്ത്യൻ ഓഷൻ ആയാലും പസഫിക് ആയാലും അറ്റ്ലാന്റിക് ആയാലും മലാക്കി ആയാലും മെഡിറ്ററേനിയൻ ഡസന്റ് മാറ്റർ. ഞാനും എൻ്റെ പിള്ളേരും തീരുമാനിക്കും. ഇത് ലോകത്ത് നല്ലതാണോ എനിക്ക് അറിഞ്ഞുകൂടാ, ശരിയാണോ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണ് രീതി. ഇപ്പൊ ട്രംപിന് വന്ന ആദ്യ ആഴ്ച ട്രംപിന്റെ ജനറൽ ഇപ്പൊ നിങ്ങൾ വല്ലപ്പോഴും ഒക്കെ ഈ കാണണം. ഞാൻ പറയുന്ന കാര്യം എന്ന് പറയുന്നുണ്ട്, ഇത് കാണണം എന്ന് പറയുന്നത് ട്രംപിന്റെ കമാൻഡർ ഇൻ ചീഫ് കെയ്ൻ എല്ലാ ദിവസവും അദ്ദേഹത്തിന് ബ്രീഫിംഗ് ഉണ്ടാവും. എത്ര പ്രൊഫഷണൽ ബ്രീഫിംഗ് ആണെന്നറിയാമോ? നിങ്ങൾക്ക് കാണണം അത്. അദ്ദേഹം എന്ന് പറയുന്നത് ഒരു ജനറൽ പോലുമല്ല, 200 റാങ്ക് താഴെയാണ്. ട്രംപ് വന്ന് അയാളെ പൊക്കി കൊണ്ടുവന്നു. നീയാണ് നാളെ മുതൽ അമേരിക്കയെ നയിക്കുന്നത് ഇൻ ടേംസ് ഓഫ് ആർമി, റെസ്പെക്റ്റഡ് പ്രൊഫഷണൽ. അദ്ദേഹം ട്രംപിനോട് പറഞ്ഞു, ട്രംപെ ഹൈ റിസ്ക് ആണ് പക്ഷെ നല്ല റിവാർഡ് കിട്ടും. ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ഇറാൻ എന്ന് പറയുന്നത്, പക്ഷെ റിവാർഡ് കിട്ടും. താങ്കൾക്ക് ഹൈ റിസ്ക് എടുത്തുകൊണ്ട് വലിയ റിവാർഡ് പ്രതീക്ഷിക്കുന്നുണ്ടോ? പൊക്കോളൂ. ട്രംപ് പറഞ്ഞു, ഞാൻ പണ്ട് മുതലേ ഹൈ റിസ്കിന്റെ ആളാണ്, എനിക്ക് ഹൈ റിസ്ക് കൊണ്ട് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതാണ് ഇന്ന് കാണുന്നത്. നിങ്ങൾ നാളെ തലവെട്ട ആക്രമണം 8-10-നും 8-15-നും നിമിഷങ്ങൾ 5 മിനിറ്റിന് വ്യത്യാസത്തിലാണ് ഇസ്രായേലും അമേരിക്കയും കൂടി ആയിരക്കണക്കിന് ജനറൽമാരെ തീർത്തു കളഞ്ഞിരിക്കുന്നത്. ഞാൻ കുറ്റം പറയല്ല, ഞാൻ പൊക്കി പറയല്ല. അത്ര പ്രിസിഷൻ അറ്റാക്ക്, ഡേറ്റ ഷെയറിങ്, ഇന്റൽ ഷെയറിങ്, ടെക്നോളജി യൂസ് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? ടെക്നോളജി എങ്ങനെ യൂസ് ചെയ്യാൻ ശ്രമിച്ചു നിങ്ങൾ മനസ്സിലാക്കി നോക്കുക. 8-15-നും 8-10-നും ഇടയ്ക്ക് 48ഓളം നോക്കൗട്ട്. പല വ്യക്തികളും എലിമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഇറാനിൽ ആര് ജീവിക്കണം ആര് മരിക്കണം തീരുമാനിക്കുന്നത് ആരാണ്? തീരുമാനിക്കുന്നത് ഇസ്രായേലും അമേരിക്കയുമാണ്. എന്താണ് ഇപ്പം ട്രംപ് ചോദിച്ചു, കെയ്നോട് ചോദിച്ചു, എന്താണ് നമ്മൾ കോടികൾ മുടക്കുന്നു, $1 ട്രില്യൺ കൊടുത്തിട്ട് ഇറാഖിൽ തോറ്റു, അഫ്ഗാനിസ്ഥാനിൽ തോറ്റു, പിന്നെ വിയറ്റ്നാമിൽ തോറ്റു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആലോചിക്കട്ടെ. ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹം ട്രംപിന് കൊടുത്ത മറുപടിയാണ്, നമുക്ക് മോഡേണൈസ് ചെയ്യണം, നമ്മുടെ സേനയെ മോഡേണൈസ് ചെയ്യണം, സിവിലിയൻസിനെ ഉൾപ്പെടുത്തണം. ശ്യാം ശങ്കർ എന്ന് പറയുന്ന തമിഴ്നാട്ടുകാരനാണ്, ഇവിടുത്തെ ലെഫ്റ്റനന്റ് ജനറലാണ്, ലെഫ്റ്റനന്റ് കേണലോ. നമ്മുടെ നാട്ടിൽ മറ്റേ മോഹൻലാലിനെ കൊടുക്കില്ലേ, മോഹൻലാലിനും ധോണിക്ക് പിന്നെ ഒരുപാട് പേർ കൂടിയില്ലേ ലെഫ്റ്റനന്റ് കേണൽ. ഇതേപോലെ സിവിലിയൻസിനെ ഡ്രാഫ്റ്റ് ചെയ്തു. CTOസിനെ, ചീഫ് ടെക്നിക്കൽ ഓഫീസേഴ്സിനെ. പലന്റീർ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡാറ്റ അനലിറ്റിക്കൽ കമ്പനിയുടെ CTO ആയിട്ടുള്ള ശ്യാം സുന്ദർ ഇവിടുത്തെ ലെഫ്റ്റനന്റ് ജനറൽ കേണലോ മറ്റുമാണ് ഈ സിവിലിയൻസിന്റെ. ഇവരാണ് തീരുമാനിക്കുന്നത്. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി AI. ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ ഇന്ത്യ വാഗ അതിർത്തിയിലേക്ക് 10 പട്ടാളക്കാർ അയക്കണമെങ്കിൽ പോലും എത്രമാത്രം സങ്കുചിതവും എത്ര കലുഷിതവും എത്ര സങ്കീർണവുമാണ് അല്ലെ. 3000 അകലെ 7000 കിലോമീറ്റർ അകലെയുള്ള ഇറാനിലേക്ക് എത്ര മനോഹരമായിട്ട് ഇവർ സാധനങ്ങൾ അയക്കുന്നത്. അമേരിക്കയിൽ നിന്ന് എത്ര ദൂരമുണ്ടെന്നറിയോ ഇറാൻ. ഹൗ ദ പ്രൊഫഷണൽ ദേ ആർ, ഹൗ അറ്റാക്കിംഗ് ദേ ആർ. ഇത് ചിന്തിച്ചു നോക്കുക. ഇതാണ് ഈ പറയുന്നത്. ഒരുപാട് പേര് പറയുമായിരിക്കും ഇവരൊന്നും ദേ ആർ തിങ്സ് ആർ ഗോയിങ്, അവർ പറയുന്ന പോലെ പോകുന്നുള്ളൂ.
ഇവിടെ സിമ്പിൾ എക്സാമ്പിൾ. ഇപ്പം ഖമേനിയുടെ മകനെ പോലും 2 വട്ടമാണ് വധിക്കാൻ ശ്രമിച്ചത്. കൊല്ലാതെ വിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാ? കളിയാക്കുക. ട്രോളിംഗ് എന്ന് പറയും. എയർ ട്രോളിംഗ് എന്ന് പറയുക. ട്രോളിംഗ് ഉണ്ട്. എയർ ട്രോളിംഗ് എന്ന് പറയുക, ഞങ്ങൾക്ക് നിങ്ങളുടെ ആളുകൾ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ നിങ്ങളെ തുടർച്ചയായി തല വെട്ടും. അതാണ് അവരുടെ രീതി എന്ന് പറയുന്നത്. ഈ രീതി നിങ്ങൾ മനസ്സിലാക്കണം സുഹൃത്തുക്കൾ. അതായത് ഇവർ വന്നപ്പോൾ എന്ത് ചെയ്തു? ഏകദേശം 4000-ഓളം ഉണ്ടായിരുന്ന ബലിസ്റ്റിക് മിസൈൽ 10,000-500 കുറഞ്ഞിരിക്കുന്നു. അവർ എല്ലാം അബ്സല്യൂട്ട്ലി, അതായത് ഓരോ ദിവസം ചെല്ലും തോറും ശേഖരം ഇല്ലാതാക്കുക, ലോഞ്ചേഴ്സ് തകർക്കുക, മിസൈൽ ലോഞ്ചേഴ്സും ഇതാണ് പരിപാടി. അതായത് വരിക, അടിക്കുക, പോവുക. അതായത് ഇത്രേ പോലെയുള്ള മിലിറ്ററി ഓർക്കസ്ട്രേഷൻ ചെയ്യാൻ കഴിയുന്ന, അതായത് കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് പെൻഡഗൺ ഇരിക്കുന്നത്, 10,000 കിലോമീറ്റർ അകലെയാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് ഇത്രയും വലിയ ഓർക്കസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരേ രാജ്യം എന്ന് പറയുന്നത് അമേരിക്ക. യെസ്, അവർ പണം മുടക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ പോലും ഈ ട്രംപ് എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല. വൻ ഭീഷണിയാണ് ലോകത്തിന്. അദ്ദേഹം കളിയാക്കി ചിരിക്കുകയാണ്. ഇന്നിപ്പോ 3-ാമത്തെ ആഴ്ച. പക്ഷെ ഇറാൻ മോശമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇറാനും വളരെ വ്യക്തമായി അവരുടെ കാർഡ് ഉപയോഗിച്ചു. ഞാൻ ഒരിക്കലും വൺ സൈഡ് പറയാൻ സാധിക്കില്ല. ഏകദേശം 3000-ഓളം കിലോമീറ്റർ വരുന്ന, അതായത് ഇസ്രായേൽ മുതൽ ഈ പറയുന്ന ഒമാൻ വരെയുള്ള അത്രയും കോടിക്കണക്കിന് ആളുകളെ ഹോസ്റ്റേജ് ആക്കി വെച്ചുകൊണ്ട് അവർ പല വാണിജ്യ വ്യവസായ മേഖലകളെ, എണ്ണ ഉൽപാദന മേഖലകളെ, എയർപോർട്ട്, ഡേറ്റാ സെന്റർ പോലും ആമസോൺ ഡേറ്റാ ആക്രമിച്ചു. ദി ഓൾസോ വെരി പ്ലാൻ. അവരെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ അവർ തയ്യാറായിരിക്കുന്നു. പക്ഷെ ഇതുവരെയുള്ള രീതികൾ പ്രകാരം, ഇപ്പോഴത്തെ ഒരു പ്ലാനിങ് പ്രകാരം അമേരിക്കയുടെ പ്ലാനുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു തരത്തിലുമുള്ള ബൂട്ട്സ് ഓൺ ഗ്രൗണ്ടും ഉണ്ടാകില്ല. അമേരിക്ക വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. അതായത് ഈ ഹോർമുസ് വിട്ടുകൊടുത്തില്ലെങ്കിൽ ഇറാനിന്റെ കാർഗൈലഡ് പിടിച്ചെടുത്ത് നശിപ്പിക്കും. അതാണ് ട്രംപ് അവർക്ക് വളരെ വ്യക്തമായ പ്ലാനിങ്ങോടെയാണ് ഇദ്ദേഹം പോയിരിക്കുന്നത്. വെറുതെ 1-2 ദിവസം ആരെങ്കിലും പറഞ്ഞു കേട്ട് ഒരു പക്ഷേ നാട്ടുപല ചാനലുകാരൊക്കെ പറയുമായിരിക്കും, അത് ട്രംപ് ഇറങ്ങി തിരിച്ചു ഒരുപാട്. നിങ്ങൾ ഇവരൊക്കെ കാണുന്നതിന് പകരം വല്ലപ്പോഴും ഈ എന്ന് പറയുന്ന അമേരിക്കയുടെ ഈ ബ്രീഫ് ചെയ്യുന്ന ഓഫീസർ, ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം, വല്ലപ്പോഴും കാണുക, മനസ്സിലാക്കണം എങ്ങനെയാണ് യുദ്ധം പ്ലാൻ ചെയ്യുന്നത്. യുദ്ധം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് എനിക്കൊന്നും പറയാൻ സാധിക്കില്ല. എതിരുള്ള വ്യക്തിയാണ്. എന്നാൽ പോലും ഇതാണ് ശക്തരായ ആളുകൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ യുദ്ധത്തിന്റെ രീതി എന്ന് പറയുന്നത്, ഇറാന്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം 4000-5000 ബാറ്ററികളെല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ചെറുതും ശുഷ്കിച്ചു വരികയാണ് അവരുടെ ഈ പറയുന്ന ശേഖരം. എത്ര കാലം മുന്നോട്ട് പോകും എനിക്കറിയില്ല. പക്ഷെ ഇതുവരെയുള്ള പ്ലാനിങ് പ്രകാരം അമേരിക്കയുടെ പ്ലാനിങ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ബൂട്ട്സ് ഓൺ ഗ്രൗണ്ടിൽ പോയാൽ ഒരുപക്ഷെ കാര്യങ്ങൾ വേറെ വഴിക്കായി പോകും എന്ന് ഞാൻ ചിന്തിക്കുന്നു.